നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സാബി അലോൺസോയുടെ ബയർ ലെവർക്യൂസനെ പരാജയപ്പെടുത്താൻ ബയേൺ മ്യൂണിക്കിന് സാധിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിൽ ബയേൺ മ്യൂണിക്ക് ബയർ ലെവർക്യൂസനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സാബി അലോൺസോയുടെ ബയർ ലെവർക്യൂസനെ ആദ്യമായിട്ടാണ് ബയേൺ മ്യൂണിക്ക് തോൽപ്പിക്കുന്നത്. അതെ, സാബി അലോൺസോ കോച്ചായി വന്നിട്ട് ബയേൺ മ്യൂണിക്കിനോട് ആദ്യമായിട്ടാണ് ബയർ ലെവർക്യൂസൻ തോൽക്കുന്നത്. 6 കളികൾ ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയിട്ട് ഒറ്റ കളി പോലും സാബി അലോൺസോയുടെ ടീം തോറ്റിരുന്നില്ല. അവരുടെ ആ അൺബീറ്റൺ റണ്ണാണ് ഇവിടെ ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബയേണിന് വേണ്ടി ഇരട്ട ഗോളുകൾ ഹാരി കെയ്ൻ നേടി. ഒരു ഗോൾ പെനാൽറ്റിയിലൂടെയായിരുന്നു. ശേഷിക്കുന്ന ഗോൾ ജമാൽ മുസിയാലയുടെ വകയായിരുന്നു. ബയേൺ മ്യൂണിക്കിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഹാരി കെയ്നും കോമനും മുസിയാലയും ഒലീസയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് ഫ്ലോറിൻ വേർട്സും ഒക്കെ ചേർന്നുകൊണ്ടാണ് ബയർ ലെവർക്യൂസൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ തന്നെ ഹാരി കെയ്നിലൂടെ ബയേൺ മ്യൂണിക്ക് ലീഡെടുത്തു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 54ാമത്തെ മിനിറ്റിൽ ജമാൽ മുസിയാലയുടെ ഗോൾ വന്നതോടുകൂടി ബയേൺ മ്യൂണിക്ക് അപരാജിത ലീഡിലേക്ക് പോയി. തൊട്ടു പിന്നാലെ നോഡി മുക്കിയിലേക്ക് റെഡ് കാർഡ് കൂടി കിട്ടിയപ്പോൾ ബയർ ലെവർക്യൂസൻ്റെ പതനം പൂർത്തിയാവുകയായിരുന്നു. തുടർന്ന് ലഭിച്ച 75ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ഹാരി കെയ്ൻ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം ബയേൺ സ്വന്തമാക്കുന്നു. ഈ വിജയത്തോടു കൂടി ബയേൺ മ്യൂണിക്ക് ഏതാണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പാക്കി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പിന്നെ ബയർ ലെവർക്യൂസൻ്റെ മൈതാനത്ത് മാർച്ച് 12-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 നടക്കുന്ന രണ്ടാം പാദ മത്സരത്തിൽ അങ്ങനെ ഈ 3 ഗോൾ ലീഡ് നശിപ്പിച്ച് ബയേൺ തകർന്നടിയണം. അത് സംഭവിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.